അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പിന്നെ ഇല്ല, ഞാൻ ജനങ്ങൾ നിങ്ങൾ എല്ലാവരും ഉപ്പ ഉമ്മ എല്ലാവരും കാട്ടിനേന്യന്മാരെല്ലാം നല്ലോണം മനസ്സിലാക്കണം മക്കളെ. ഇപ്പോൾ പുതിയൊരു ഇപ്പം 5-6 മാസമായി തോന്നും പുതിയൊരു ബൈക്ക് ഇറങ്ങി. അതിന് ലൈസൻസും വേണ്ട, ഹെൽമറ്റും വേണ്ട. 3 ആൾക്കല്ല 4 ആൾക്കല്ല ഇതിന് പോവാം. അതിൽ എത്ര ആൾ പിടിക്കുന്നു അത്ര പോകും, ഫ്രീ ആയില്ലേ. ഇത് പുൾട്രിക്ക് നല്ല രസത്തിന് വേണ്ടി പോകും വരും. ഇതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഉപ്പാക്കും ഉമ്മാക്കുമെന്ന് അറസ്റ്റാക്കിയിരുന്നു. ഉപ്പാനുമാനെ അറസ്റ്റ് വരെ ആക്കിയിരുന്നു. നല്ല ഫൈനോടും ചിലപ്പോൾ ഒരു 10,000 റുപ്യ 15,000 20,000 റുപ്യ ജാമീനില്ലാതെ വകുപ്പും പുൾട്രിക്കാക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഹനം വാങ്ങിക്കൊടുക്കുന്നത് ബാസാട്ട് മക്കളെ, പ്രായമായിട്ട് ലൈസൻസ് കിട്ടട്ടെ. ഇത് നമുക്ക് ലൈസൻസ് കിട്ടുന്ന പ്രായം പോലെ പുൾട്രിക്ക് ബുദ്ധി വരുന്നത്. ഓരോ 3 ആൾ 4 ആൾ എടുത്തിട്ട് കേടെല്ലാം പോകുന്നു. പിന്നെ രണ്ടാമത്തത് ഞാൻ ജാഗ പറയുന്നില്ല. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കുറേ ആൾ എന്നോട് പറഞ്ഞു, ബസ് സ്റ്റോപ്പിൽ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടായിട്ട് വാലയെ കയറ്റിയപ്പോൾ ഏതോ ജാതിക്കാരന് ഏതോ ആൾ ഇങ്ങനെ കൈ വെച്ചിട്ട് പെണ്ണ് പിള്ളേരെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കൈ മുട്ടുന്നു, ചണ്ണക്ക് കൈ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നത്. ഞാനൊക്കെ പറയുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് മക്കളുണ്ടല്ലോ, നമ്മൾ ആരും കാൾ പിന്നെ വീഡിയോ കുറേ ആൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന ആളൊന്നുമില്ല, എനിക്കും മക്കളുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞാൽ പുള്ള എത്ര മണിക്ക് പോയി എത്ര മണിക്ക് വന്ന് ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടല്ലോ. 9 മണി ശേഷം മൊബൈൽ പുള്ളർക്ക് കൊടുക്കേണ്ടതാണ്. 9 മണി ശേഷം മൊബൈൽ പുള്ളർക്ക് കൊടുക്കേണ്ട. ഒരു റൂമിൽ നമ്മൾ എല്ലാവരും നോക്കുന്നതല്ലേ പുള്ളർക്ക് ഒറ്റക്ക് കൊടുത്തിട്ടുണ്ടാകുന്നു. അതിലെന്തെല്ലാം ഉണ്ടെന്ന് ചങ്ങിന് കയറ് വരെ ഇട്ടുണ്ട്. മൊബൈൽ നോക്കുമ്പോൾ പതിപ്പ് തളിച്ചായി പതിപ്പ് ഇങ്ങനെയാണ് 10 മിനിറ്റ് എനിക്ക് 2-3 ന്യൂസ് ചൂടെടുക്കാൻ, വാർത്ത ചൂടെടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. എനിക്ക് പ്രായം കഴിഞ്ഞിപ്പോൾ 72 അപ്പോൾ ചിന്തിക്കേണ്ടത് എന്താ പറഞ്ഞാൽ നമ്മൾ അള്ള ഉണ്ട്, അള്ളാൻ്റെ റസൂലുണ്ട്, പിന്നെ ഉപ്പാനും ഉമ്മാനും എപ്പോൾ നോക്കും ഉപ്പ ഉമ്മ നായല്ലേ, ഓർക്കൊരു വിലയേ ഇല്ല. പേരൻ്റെ ഉള്ള ഉമ്മ പുള്ളറെ വിളിക്കില്ല, മദ്രസിലേക്ക് വിളിക്കും. പള്ളിക്ക് നിസ്കരിച്ച് സ്വബീസ്കരിക്കാൻ ഇതാക്കാൻ പള്ളിക്കാന്ന് പോയിരുന്നൊന്നും ചെല്ലിയില്ലാന്ന് കണ്ടുകൊണ്ട് തച്ചിടും. ഉപ്പ ഗൾഫിൽ പോയിട്ട് വന്ന് പ്രായം ആർക്കും വേണ്ട. ആർത്തോളം ഈ ഉപ്പ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഉപ്പ ഉമ്മ രാവിലെ ഈ സ്വബീസ്കരിച്ചിട്ട് ചെയ്യ ഉമ്മ രാത്രി 12 മണിയോളം 1 മണിയോളം നിങ്ങളെ കാക്കണില്ല മക്കളെ. നിങ്ങൾ 9 മണി ശേഷം അങ്ങ് പോയിട്ട് ആ ഉപ്പാനും ഉമ്മാനും എത്ര വേദനയാവും. തീട്ടും മൂത്രം നിങ്ങളെല്ലാം ഈ ഒരു 5-6-7 വയസ്സ് വരെ നിങ്ങൾ എല്ലാ തീട്ടും മൂത്രം കോരിയിട്ട് നിങ്ങൾ എല്ലാം സഹിച്ചിട്ട് ഇത്ര കഷ്ടം വന്നിട്ട് ആ ഉപ്പ ഇത്ര കഷ്ടം വന്നിട്ട് നിങ്ങളെ പോറ്റില്ലേ. ആ ഉമ്മക്ക് നിങ്ങൾ കൊടുക്കുന്ന എന്ത് മക്കളെ രാത്രി 12 മണിക്ക് 1 മണിക്കെല്ലാം വന്നിട്ട് എണിച്ചിട്ട് ആ ഉമ്മക്ക് കേടെ വർക്ക് കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ നല്ലൊരു റെസ്പെക്റ്റ് സംസാരിച്ചിട്ടുണ്ടാ. ഈ മക്കൾ അള്ളാഹ് നമ്മളെന്തെല്ലാം ആക്കിയിടും പറയാൻ പറ്റില്ല. നമ്മൾ പോകുമ്പോൾ ബൈക്കിൻ്റെ ടയറിലേക്ക് ഒരു ആണി കയറിയ മതി തീർന്നു മക്കളെ. വേറെ പണീനടിക്ക് പോകണു. കടലിന് നിങ്ങൾ നോക്കണ്ട, കടൽ കുറേ താണിട്ടുള്ളത്, കടൽ മുകളിലുള്ളത്. തേക്കും പടിഞ്ഞാറും തെക്കും പറക്കെല്ലാം ഉള്ള പൊടിച്ചതിന് പടിഞ്ഞാറ് ഭാഗത്തെ ഒരു കടലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഭൂമിയിൽ. ഇതെങ്ങനെ അങ്ങനെ താത്തിടുന്നു. കടൽ ഇരിക്കലിരിക്കും എല്ലാം പോയി. നമ്മളെ കേരളയെ ഒന്നാകെ തീർന്നു പോകും മക്കളെ. അപ്പോൾ അള്ളാഹിനെ സൂക്ഷിച്ചു. അള്ളാഹ്ക്ക് മാറി കാട്ടിയാറുണ്ട. ഉപ്പാനും ഉമ്മാനും വേദനയാക്കിയ പോലെ അള്ളാഹ് നമ്മളെ വേദനയാക്കിക്കൊണ്ട് നമ്മളെ ഉപ്പാനും ഉമ്മാനും പോകുമ്പോൾ ചില നമ്മളെ മക്കൾ നാളെ ചെയ്യും. ഞങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞില്ല ബാല്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹിനെ സൂക്ഷിച്ചു. ഓരോ സെക്കൻഡും നമ്മൾ ആസിനെ കുറച്ചുകൊണ്ട് പോകുന്ന പലസ്തീൻ മക്കൾ പൊയ്യ വാരി തിന്ന് ഞമ്മ ബപ്പയിൽ 1 കിലോ സാധനം എടുത്തിട്ട് ആകെ തിന്നെത്രയോ 1/4 കിലോ ബഫ തിന്നിട്ട് ഇത് സാധനം തിന്നിട്ടായിട്ട് 750 ഗ്രാം പച്ചരട ബിൽ ചാടുന്നത്. 1:30 മണി 1:45 എല്ലാം തീർന്നു ഹോളിൽ മംഗലത്തിൽ. എന്താ എല്ലാ കച്ചറ ബില്ല് കൊണ്ട് ചാടിയല്ലേ. നമ്മൾ എത്ര സൂക്ഷിക്കണം മക്കൾ. ഒരു ഊണ് ചോറ്റിന് നമ്മളല്ല കരിച്ചു അറിഞ്ഞാൽ 3 ദിവസം 4 ദിവസം കറണ്ട് ഇല്ലാതെ ഇപ്പം ബോറിൽ വെള്ളമില്ലാതെ നമ്മൾ വെള്ളം ഉണ്ടാവില്ല. ആ പലസ്തീനി മക്കൾക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, മരുന്നില്ല, കിടക്കാൻ ഒരു ഇടമില്ലാത്ത ഡ്രസ്സില്ല. അള്ളാഹുടെ കരി മക്കളെ ആ മക്കൾക്കും അള്ള എല്ലാ നാട്ടിനും കാത്തോട്ട് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് കരി നമുക്ക് ഭക്ഷണത്തിന് സൂക്ഷിച്ചോളൂ. ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഇത്ര ഭക്ഷണം കഴിക്കും, ബാക്കിയെല്ലാം ചാടി ഇറങ്ങുക. എത്ര വലിയ ആളായിട്ട് കാര്യമുണ്ട് മക്കളെ ഓജീനത്തിനോട്. നാളെ ഈ ഓജീനെ നമ്മളെ സ്ഥാപിച്ചിട്ട് നമുക്ക് വെള്ളമില്ല ഭക്ഷണമില്ലാതെ മാതിരി ആക്കും. അള്ളാഹ് ഹൈർച്ചട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.